ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികളുടെ മാമോദീസയായിരുന്നു. ഇത് ഇന്നലെ രാത്രി നമ്മൾ ഡെൽമ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ പിള്ളേരുടെ ബാപ്റ്റിസം ഡ്രസ്സ് കളക്ട് ചെയ്യാൻ പോയതാണ്. അപ്പോൾ ചേച്ചി ഓരോന്നും എന്താണ് ഏതാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരുകയാണ്. ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ഗോൾഡാണോ എന്ന് ചോദിച്ചാൽ ഗോൾഡാണ്, അല്ലെന്ന് ചോദിച്ചാൽ നല്ലൊരു ഷെയ്ഡിൽ ചേച്ചി അത് വർക്ക് ചെയ്ത് ഞങ്ങൾ പ്രതീക്ഷേനേക്കാളും അടിപൊളിയായിട്ട് വന്നു. ശരിക്കും ഞങ്ങൾ സാരിയുടെ കളർ പറഞ്ഞപ്പോൾ പല കളറായി പോയി. പക്ഷേ ചേച്ചി ഒറ്റ നോട്ടത്തിൽ അതും ഫോണിൽ കാണിച്ച കളറിലാണ് ചേച്ചി ഇതൊക്കെ ചെയ്തത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്ക് കഴിഞ്ഞൊരു 2-3 ദിവസം മുമ്പ് തൊട്ടാണ് സാരി കൈ കിട്ടിയപ്പം ദൈവമേ ഞാൻ പറഞ്ഞ കളർ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കളർ തെറ്റിപ്പോയോ എന്നുള്ളൊരു തോട്ട് വന്നത്. പക്ഷെ ചേച്ചി ഫോട്ടോ കണ്ട വഴിക്ക് പറഞ്ഞു ഇതിന്ന കളറാണ് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയുടെ കോൺഫിഡൻസ് കണ്ടപ്പോൾ ഞങ്ങളത് വിട്ടു. കാരണം ചേച്ചി ഇത് നിത്യതൊഴിലായതുകൊണ്ട് ചേച്ചിക്ക് അത് മനസ്സിലായി. അപ്പോൾ നമ്മൾ പാച്ചുവിൻ്റെ ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. അപ്പോൾ ബാപ്റ്റിസം ഡ്രസ്സ് എന്ന് വന്നപ്പം വേറെ ആരുടെ നമ്മൾ പോയില്ല, ഡെൽമ ചേച്ചിയുടെ അടുത്താണ് കേട്ടോ പോയത്. അപ്പം ഡെൽമ ചേച്ചിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് തോമുവിൻ്റെ ആണ് കേട്ടോ. തോമുവിന് അങ്ങനെ കിടത്തേണ്ട കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഒരു ക്ലോത്തിലാണ് നമ്മുടെ പാനലൊക്കെ സെറ്റ് ചെയ്തത്. ഇവാൻ തോമസ് ഡോൺ എന്നൊക്കെ ഉള്ളത്. ശരിക്കും ഇതൊരു നല്ലൊരു മെമ്മറി തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ശരിക്കും ഞാൻ ആ വെഡ്ഡിങ് മേക്കപ്പോട് കൂടിയാണ് കേട്ടോ ചേച്ചിയുടെ അടുത്ത് പോയത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും എല്ലാം അതാത് ബോക്സുകളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചാക്കോച്ചിന് നമ്മുടെ ടീക്കിൻ്റെ ബോക്സും അത് പാച്ചുനല്ല തോമിന് അക്രലിക് ബോക്സും ആണ് കേട്ടോ പറഞ്ഞിരുന്നത്. പിന്നെ ഒരു അതിൻ്റെ കൂടെ എല്ലാ സെറ്റും, പിന്നെ നമ്മളൊരു ഫോട്ടോ ക്യാൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫംഗ്ഷന് സ്റ്റേജിൽ ഡെക്കോറായിട്ട് വെക്കാനായിട്ട്. എല്ലാം വളരെ പെർഫെക്റ്റായിട്ട്, എനിക്ക് ചേച്ചിയുടെ പാക്കിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞു മക്കളുടെ മാമോദീസയും കാര്യങ്ങളും വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഡെൽമ ചേച്ചിനെ സമീപിക്കുക. അത്രയ്ക്ക് നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ സാരിയുടെ കളർ ജസ്റ്റ് ഒരു ഫോട്ടോയിൽ കണ്ടിട്ടാണ് ചേച്ചി ഇത്രയും ഭംഗിയിൽ ഇതെല്ലാം ചെയ്തത്. അത് നമുക്ക് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും എന്ന ഉറപ്പുള്ള ഒരു ആളാണ് കേട്ടോ ചേച്ചി. ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ശരിക്കും എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ വിശദമായിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവും. അപ്പോൾ ഇത് ചാക്കോച്ചൻ്റെ ബൂട്ടീസും കാര്യങ്ങളുമാണ്. പക്ഷെ നമ്മൾ മാമോസിക്ക് ഇടാൻ നോക്കിയപ്പോൾ അത് കുറച്ച് ടൈറ്റായിരുന്നു. അതുകൊണ്ട് വേറെ ഷൂ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് നമ്മൾ വിചാരിച്ചു അത് കറക്റ്റ് ആവുമെന്ന്. പക്ഷെ അവന് എനിക്ക് 1-2 ആഴ്ചയായി സംഭവമായിട്ട്. പിള്ളേർ മുന്നോട്ട് വളരുകയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ആട്ടെ. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് ഏതിനകത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ സീലൊക്കെ ഒട്ടിച്ച് ചേച്ചി തന്നു. അതുപോലെ വിസിറ്റിംഗ് കാർഡും ഒക്കെ തന്നിട്ടുണ്ട്. ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളും ഉണ്ട്. മറക്കാതെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പം നല്ല ബാപ്റ്റിസം വരും. ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ ബാപ്റ്റിസം എന്ന് പറയുന്നത്. കല്യാണം, ബാപ്റ്റിസം, ആദ്യ കുർബാന. അപ്പം ചേച്ചിയുടെ കയ്യിൽ അടിപൊളി ഡിസൈൻസും നമ്മൾ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതും പാറ്റേൺ കാണിച്ചു കൊടുത്താൽ ചേച്ചി വളരെ ഭംഗിയിൽ ചെയ്യും. തോമുൻ്റെ നമ്മളങ്ങനെ കാണിച്ച് ചെയ്താണ് കേട്ടോ, ഇന്നതുപോലെ വേണം എന്ന് പറഞ്ഞിട്ട്. ചാക്കോച്ചനെ സംബന്ധിച്ച് ചാക്കോച്ചൻ ചെറുതായതുകൊണ്ട് ചേച്ചിക്ക് തന്നെ ഐഡിയ ഉണ്ടായിരുന്നു. ഇത് അതിൻ്റെ കൂടെ വരുന്ന കുഷ്യനാണ് കേട്ടോ. ഇവാൻ തോമസ് എന്നും സിയാൻ ചാക്കോ എന്നും ഒക്കെ എഴുതിയിട്ടുള്ളത്. ഞാൻ എനിവേ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മളിതേ പോയിട്ട് സമയം 11:15 എല്ലാം കൊണ്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് സത്യം പറഞ്ഞ സമാധാനമായത്. കാരണം നമ്മുടെ ഡേറ്റുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടിയോണ്ട് തന്നെ ഇതെല്ലാം ഹറിബറിയായിട്ട്, പക്ഷെ ഹറിബറിയായിട്ട് ചെയ്താണെങ്കിലും ചേച്ചി വളരെ പെർഫെക്റ്റോടെ ചെയ്ത് നമുക്ക് തന്നെന്നുള്ളതാണ്. ഡിമ്പിളിനെ ചെയ്ത് കണ്ടായതുകൊണ്ട് നമുക്കൊരു നല്ലൊരു കോൺഫിഡൻസും പെർഫെക്ഷനും വരുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഇത് ഞങ്ങൾ പ്രതീക്ഷനേക്കാളും അപ്പുറത്തേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ നാളെ നമുക്ക് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക എന്നുള്ളൊരു ജോലിയുണ്ട് കേട്ടോ. കാരണം രാവിലെ ഞാനും ഡോൺ ചേട്ടനും ആദ്യം പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകും. പുറകെ ഇവർ വരുവുള്ളൂ. അപ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ല. തോമു ഡിമ്പിളിൻ്റെ തലയിലാണ്. ചാക്കോച്ചൻ പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നാളെ പള്ളിയിലേക്ക് കൊണ്ടുപോകേണ്ട അത്യാവശ്യമായ കാര്യങ്ങൾ, അതായത് മെഴുകുതിരി, ടർക്കികൾ, പാൻ, അതൊക്കെ നമുക്ക് ഇത് റെഡിയാക്കി വെക്കാം. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് പുറത്ത് വെക്കാം. 2 പേർക്കും 2 ബോക്സാണ്. അതൊക്കെ ഞാൻ കുറച്ച് മുമ്പ് അവിടെ നിന്ന് കളക്ട് ചെയ്ത് ഇതിൽ ഞാൻ കാണിച്ചിരുന്നു. ഇത് സിയാൻ്റെ ആണ്, ഇത് ഇവാൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തോമുൻ്റെ തന്നെ എടുത്ത് വെക്കാം. തോമുചേട്ടനാണല്ലോ മൂത്തത്. തോമുചേട്ടൻ ആദ്യം നമുക്ക് എടുത്ത് വെക്കാം. ഇതിൽ ഓരോ ബോക്സിലും ചേച്ചി വളരെ ഭംഗിയായിട്ട് അവിടെ കാണിച്ച പോലെ തന്നെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡിംപിൾ പറഞ്ഞ ഈ ബോക്സ് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഡിംപിൾ ഇപ്പോഴും പാച്ചുവിൻ്റെ സാധനങ്ങൾ ഇതിനകത്താണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡെൽമ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ അവിടെ വെച്ച് കണ്ടത് ഞാനത് സാധാ സ്റ്റിക്കറായിരിക്കും, പക്ഷെ വീട്ടിൽ വന്നപ്പോഴാണ് കണ്ടത് ഡെൽമ എന്ന് ഒട്ടിച്ചിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് കേട്ടോ. ഞാൻ അതിലും പെർഫെക്ഷൻ നോക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. ചേട്ടനും ഭയങ്കര സപ്പോർട്ടീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 പ്രാവശ്യം പോയപ്പോഴും കാണാൻ പറ്റിയില്ല. ഡിംപിളിൻ്റെ ഇതിന് പോയപ്പോൾ എല്ലാ പ്രാവശ്യവും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ. ഭയങ്കര വർത്താനപ്രിയനാണ്. ഞങ്ങൾക്ക് പറ്റുന്ന കൂട്ടാണ് കേട്ടോ. നമുക്ക് ഈ ബോക്സിനകത്ത് എന്താണെന്ന് നോക്കാം. ചേച്ചി എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവർക്കുള്ള എന്താണ് എന്ന് പറയുന്നത് മറന്നുപോയി. പ്ലാനല്ല. അത് തന്നെ. ഇത് നമ്മുടെ തോമുൻ്റെ ആണ്. തോമുനെ നമ്മൾ കിടത്താനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏജ് അല്ലാത്തതുകൊണ്ട് സാധാരണ ഒരു രീതിയിലാണ്. പക്ഷെ അതിൽ നല്ലൊരു വർക്ക്, അതായത് പേരെഴുതി ചേച്ചി ചെയ്തിട്ടുണ്ട്. അത് വളരെ നന്നായിട്ടുണ്ട്. അത് നമ്മുടെ ചാക്കോച്ചൻ്റെ തോമുൻ്റെ ബോക്സിലേക്കാണ്. ചാക്കോച്ചനാണല്ലോ പിന്നെയും ചെറുത് എന്ന് പറയുന്നത്. ചാക്കോച്ചന് ഭയങ്കര ഗ്രാൻഡായിട്ട് തന്നെ അതിൻ്റെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചാക്കോച്ചൻ്റെ ബോക്സിലേക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ മാമോദിസ കഴിഞ്ഞിട്ട് തോർത്താനുള്ള ടർക്കിയാണ്. അപ്പോൾ ഇതിൽ ഒരു കുരിശ് ഉണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത്. നോർമൽ ടർക്കിയാണ്, പക്ഷെ കുരിശ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതും അപ്പം എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് റെഡായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോസ് ഉണ്ട്. നമ്മുടെ സാരിയുടെ കളറ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ് കോഡാണ് പിള്ളേരുടെ ഡ്രസ്സിലെല്ലാം ഉള്ളത് കേട്ടോ. ഇത് ചാക്കോച്ചന്. അപ്പോൾ ഇത് നമുക്ക് ഭംഗിയിൽ തിരിച്ചടച്ചു വെക്കാം. കാരണം ഇത് നമുക്ക് യൂസ്ഫുള്ളാണ്. അകത്തിട്ടിരിക്കുന്ന പേപ്പറിൽ വരെ ഡെൽമയുണ്ട് കേട്ടോ. ഫുൾ ഓഫ് ഡെൽമ ഡിസൈൻസ് ആണ് കേട്ടോ. നമുക്കിതൊന്ന് തിരിച്ച് എടുത്ത് വെക്കാം. ഭദ്രമായിട്ട് എടുത്ത് വെച്ചാൽ ഇതൊക്കെ ഭദ്രമായിട്ട് നമുക്ക് തിരിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിന് പറ്റിയ ഒരു ബോക്സാണ് ചേച്ചി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അടുത്ത ബോക്സ് ഇത് എനിക്ക് ഡ്രസ്സാണെന്ന് തോന്നുന്നു. ഡ്രസ്സിൻ്റെ തുറക്കണ്ടല്ലോ. ഡ്രസ്സ് നമുക്ക് ഇട്ടുകൊണ്ട് പോകണമല്ലേ. ഡ്രസ്സ് വേണ്ട. ഡ്രസ്സ് രാവിലെ നമുക്ക് തുറക്കേണ്ട ആവശ്യമുള്ളൂ. അതൊക്കെ ചേച്ചി ഓൾറെഡി കാണിച്ചിരുന്നു. ഇതാണ് കുറച്ച് ഹെവി ബോക്സ്, അതായത് ക്യാൻഡിലും ക്രൗണും ഒക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് തുറക്കാം. ഇതിനകത്ത് എന്തൊക്കെയാന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാക്കോച്ചിന് മാത്രം ബൂട്ടീസ് സെറ്റായിട്ടുണ്ട്. ചാക്കോച്ചിൻ്റെ കാല് കുഞ്ഞതാണല്ലോ. തോമിന് നമ്മൾ ഓൾറെഡി ഷൂ വാങ്ങിച്ചു. ഇത് 2 പേർക്കും ഉള്ള ക്രൗണാണ്. തോമു വെക്കുമെന്നുള്ളത് എനിക്കറിയില്ല. വെക്കണം, അതാണ് ശാസ്ത്രം. അച്ഛൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ആ സമയത്ത് എന്താ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് 2 പേർക്കുള്ള മെഴുകുതിരി അതിവിടെ വെച്ചു. ഇനി ഉള്ളത് നമുക്ക് നമ്മുടെ ഇവന്റിനാണ്. അതായത് ഞാനത് കവറിൽ നിന്ന് എടുത്തില്ല, ശരിക്കും സ്പേസ് പോയില്ലേ. ക്യാൻഡിൽ കാണിച്ചായിരുന്നു ആ വീഡിയോയിൽ. ഇല്ല, ക്യാൻഡിൽ സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ അല്ലേ. ചേച്ചിയുടെ വക ഒരു അടിപൊളി ക്യാൻഡിലുണ്ട്. അത് ഡിംപിളിൻ്റെ ഓൾറെഡി സർപ്രൈസ് പോയതാണ്, എന്നാലും നമ്മുടെ ഇതിലൊരു ഗുമ്മിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് തിരിച്ച് മടക്കി വെക്കാം. കാരണം ഇതൊക്കെ നാളെ വന്നിട്ട് തിരിച്ച് കയറ്റാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഓരോ ബോക്സിലാക്കി വെക്കാം. ഡ്രസ്സ് ആസ് യൂഷ്വൽ ഇറ്റ്സ് എ സർപ്രൈസ്, അത്രേ ഉള്ളൂ. ചേച്ചി പറഞ്ഞു അത് ഡേ ലൈറ്റിൽ കാണിച്ചാൽ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഭംഗി അറിയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അതെ, ഇനി ബൂട്ടീസ് ഡ്രസ്സിൻ്റെ എനിക്ക് വെച്ചോ. ഇടാനുള്ളത് അല്ലേ. ഡ്രസ്സിൻ്റെ ഇത് പക്ഷേ പൊട്ടിച്ചിട്ടില്ല. ഇവിടെ എടുത്ത് നോക്കാം. ഇത് ചാക്കോച്ചിൻ്റെ, ഇത് തോമുൻ്റെ. ആദ്യം തോമുൻ്റെ സെറ്റാക്കാം അല്ലേ. ഹാൻഡിലൊക്കെ അപ്പോൾ എടുത്ത് പുറത്ത് വെക്കല്ലേ. ആ സമയത്ത് നിങ്ങൾക്കും ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ട്. ആദ്യം ഏതാണ് വെക്കുക? ഇത് വെക്കല്ലേ, ഫ്ലാനിൽ വെക്കല്ലേ. അത്യാവശ്യം ഇല്ലാത്തത് പ്ലാനല്ല. അതൊക്കെ ചേച്ചി അവിടെ വെച്ച് നിങ്ങളെ കാണിച്ചതാണ്. നമ്മളെ കളറ് നല്ല അടിപൊളി കളറാണ്. ഇങ്ങനെ വെക്കാം അല്ലേ. വേണമെന്നുള്ളത് കിടക്കട്ടെ. ലൈഫിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ അല്ലേ. കളർഫുള്ളായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇത് തോർത്താനുള്ള ടവലാണ്. ഇത് അതിൻ്റെ ക്രൗണാണ്. അത് നമുക്കിവിടെ വെക്കാം. ക്യാൻഡിലും ഈ പറഞ്ഞ പോലെ നമുക്ക് പൊട്ടിച്ച് വെക്കാം.
ക്യാൻഡിൽ നല്ല ക്യാൻഡിൽ. ശരിക്കും ഞങ്ങൾക്ക് സാരിയുടെ കളറൊക്കെ മറന്നുപോയി, പല കളർ പറഞ്ഞെങ്കിലും ഫോട്ടോയിൽ ഒറ്റ നോട്ടത്തിൽ രേൽമ ചേച്ചി കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ക്യാൻഡിലാണ് കേട്ടോ. വളരെ പെർഫെക്ഷൻ ഉള്ള ഒരു ക്യാൻഡിലും അതിൻ്റെ കൂടെ നല്ല വർക്കും ചേച്ചി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ്ടോ എനിക്ക് ഇഷ്ടമുള്ള കളർ ചേച്ചി കസ്റ്റമൈസ് ചെയ്തു തരും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലൊന്നും വെക്കാനില്ലല്ലോ, ഇത് കഴിഞ്ഞില്ല ഈ ബോക്സ്. ഡ്രസ്സ് നമ്മൾ ഇടിയിപ്പിച്ചുകൊണ്ട് പോവുകയാണല്ലോ. ചാക്കോച്ച തോമുവിൻ്റെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചാക്കോക്കുട്ടൻ്റെ ഇത് റെഡിയാക്കാം. ഇതാണ് നമ്മുടെ ചാക്കോ സാറിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ഇത് എന്താ പറയുക, വുഡൻ ബോക്സ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ ടീക്ക് ബോക്സ് ആണത്. നമ്മുടെ പാച്ചുക്കുട്ടനും സെയിം ബോക്സ് ആയിരുന്നു. ഇതൊരു പണിയാവോ, വെയിറ്റ് താങ്ങില്ലായിരിക്കും. ഇത് നമ്മുടെ ചാക്കോച്ചൻ്റെ ആണ് കേട്ടോ. ചാക്കോച്ചൻ്റെ സാധാരണ നമ്മുടെ കുട്ടികൾക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. സിയാൻ ചാക്കോ ഡോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ശരിക്കും വിരിച്ചിടുമ്പം അതിൻ്റെ ഒരു ഗുമ്മ മനസ്സിലാവും. എനിവേ നമുക്ക് ഇതിനകത്തോട്ട് ഇത് വെക്കാം. പിന്നെ ടർക്കി വെച്ച് കൊടുക്കാം. അതിൻ്റെ ബ്രൗൺ വെച്ച് കൊടുക്കാം. എല്ലാം വളരെ സെക്യൂർഡ് ആയിട്ട് ചേച്ചി ഓരോ കവറിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സും അടിപൊളിയാണ്. അതിട്ട് നിങ്ങളെ എൻ്റെ ഭംഗി ഞാൻ കാണിക്കാം. എന്നാൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് അറിയില്ല. കൊണ്ടാണ് ദേ ഇത് വെച്ചു. ഓക്കെ അല്ലേ, സെറ്റല്ലേ, എല്ലാവരും എല്ലാം ആയില്ലേ. ഇനിയിപ്പോൾ നേരെ പള്ളിയിൽ പോയാൽ മതി. നമുക്ക് ബാധു വന്നിട്ട് നമുക്ക് ബാധുവിനെ കൊണ്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുപ്പിക്കാം. എനിക്ക് ഇതൊന്നും മറന്നു പോകണ്ട, മിസ്സാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കവറൊക്കെ നമുക്ക് ബോക്സിനകത്തൊക്കെ ഇങ്ങനെ ആക്കി വെക്കാം. അപ്പം ഇനി നമുക്ക് നാളെ, അതായത് ഇപ്പം 11:30 നാളെ രാവിലെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ വേഗം തന്നെ വീഡിയോസായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. കാരണം കുറേ പേര് പറഞ്ഞു വേഗം അപ്ലോഡ് ചെയ്യണം. പക്ഷെ നമുക്ക് ഈ പിള്ളേരൊക്കെ ഉള്ള കാരണം ഒരു ലാഗ് വരുന്നതാണ്. എന്നാലും നാളെ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയി കിടന്ന് ഉറങ്ങി നാളെ രാവിലെ വേഗം പള്ളിയിൽ പോകാം. അപ്പോൾ ദേ രാവിലെ ഞാനും ഡൗൺ ചേട്ടനും പള്ളിയിൽ കുർബാനയ്ക്ക് പോവുകയാണ്. ഞങ്ങളോട് കുർബാനയ്ക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പിള്ളേരെ എല്ലാം ഡിമ്പിളിനെയും അമ്മേനെയും മമ്മീനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വന്നു. എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ തോമുവിൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ, അവൻ എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട്. പക്ഷെ മമ്മിയും ഡിമ്പിളും പറഞ്ഞു വളരെ ഡീസൻ്റായിട്ട് എല്ലാത്തിനും. അങ്ങനെ കുർബാന കഴിഞ്ഞപ്പോഴത്തേനും ആദ്യത്തെ സെറ്റിൽ അമ്മയും ചാക്കോച്ചനും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ചാക്കോച്ചൻ ഇവിടെ വന്നപ്പം ഹാപ്പിയായി. പക്ഷെ ഡ്രസ്സ് മാറാൻ നേരത്ത് കുറച്ച് ക്രാങ്കിയാന്ന് അമ്മ പറഞ്ഞായിരുന്നു. ഡിമ്പിളും പറഞ്ഞു അത്. പാച്ചു നല്ല ഉറക്കമാണ്. അപ്പം അപ്പൻ്റെ തോളത്ത്. അപ്പം ഇതൊക്കെ ഇട്ടിട്ട് ഇതേ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇത് ഞാൻ ഫോട്ടോസ് നമ്മുടെ പരിപാടികളുടെ 2 പരിപാടികളുടെ ഫോട്ടോസും കമ്മിങ് ഡേയ്സിൽ വീഡിയോയിൽ ഞാൻ കാണിക്കാം നിങ്ങളെ. അപ്പോൾ ഇതേ ഞങ്ങൾ 3 പെൺപടകൾ ഉടുത്തു വന്നപ്പം എല്ലാവരും മാച്ചായി. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. ഇന്ന് ഞാൻ മേക്കപ്പും കാര്യങ്ങളും ഒന്നും ചെയ്തില്ല. ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സമയം വളരെ കുറവായതുകൊണ്ട് അത് നമ്മൾ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അതേ തോമു ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ആയിരുന്നു അളവ്. ചേച്ചിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഇട്ട് നോക്കണമെന്നൊക്കെ. ഞാൻ പറഞ്ഞു ഇല്ല, നമുക്ക് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ. അങ്ങനെ അതേ കുർബാനയൊക്കെ കഴിഞ്ഞ് മദർ തെരേസയുടെ ഫീസ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്കിന്ന് വികാരിയച്ഛനാണ് നമുക്ക് മാമോദീസ നടത്തി തരുന്നത്. അപ്പോൾ അതേ ബാധു ആസ് യൂഷ്വൽ രാവിലെ എത്തിയിട്ടുണ്ട്. അപ്പം സാരി ശരിക്കും എനിക്ക് അങ്ങോട്ട് സംഭവം എനിക്ക് ലുക്കും സാരിയും ഒക്കെ ഇഷ്ടമായെങ്കിലും ഞാൻ ഉടുത്തത് ഓക്കെ ആയോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കുണ്ടായിരുന്നു. പിന്നെ ചെരുപ്പ് ഊരിയിട്ട് പള്ളിയിൽ കയറുമ്പം ഹീൽസിൻ്റെ ഒരു പ്രശ്നം, അതായത് സാരി തൂങ്ങിക്കിടക്കുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതേ ആൻസിൻ്റെ വക ലീലാവിലാസങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെ ഞങ്ങൾ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലിട്ട സ്റ്റോറിയാണ് ന്യൂസ് ആക്കിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുകയാണ് ബാധു വൈറലായെന്ന്. അപ്പോൾ തോമനെ മാക്സിമം നിർത്തി നോക്കുകയാണ് ഫോട്ടോസിനും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട് അതിൻ്റെ അകത്ത് ചെന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്. മോറോവർ കരച്ചിൽ വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും ഇല്ലാണ്ട് നിൽക്കുന്നൊരു സമയമാണ് കേട്ടോ എൻ്റെ. എന്ത് ചെയ്യണം, ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, പിള്ളേർ കരഞ്ഞ് അലമ്പാക്കുമോ. സംഭവം കരയൊക്കെ ചെയ്തു, എന്നാലും നമുക്ക് ആ സംഭവം വളരെ വൃത്തിയിൽ ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ.
അപ്പോൾ അതേ നമ്മൾ മാക്സിമം ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഈ ഒരു ഫ്രഷ്നെസ് പോയാൽ ഫോട്ടോസ് കിട്ടൽ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ തിമിത്തേട്ടൻ ഹബീദ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ പറഞ്ഞു തിമിത്തേട്ടൻ വെളുപ്പിന് എഴുന്നേൽക്കുന്നത്, അപ്പോൾ വായോ എന്ന് പറഞ്ഞപ്പം തിമിത്തേട്ടൻ കൃത്യസമയത്ത് വന്ന് പള്ളിയുടെ വാതിൽക്ക് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രോട്ടോയിൽ പ്രാർത്ഥന കഴിയാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അച്ഛൻ വന്നിട്ട് അത് നടത്തി തരും. അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും. ഇത് ആക്ച്വലി തോമുവിന് ക്യാപ്പ് വെക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഇത് ശരിക്കും രണ്ടും ചാക്കോച്ചൻ്റെ ആണ് എൻ്റെ അറിവിൽ. എന്നാലും അത് തോമുവിന് വളരെ ഭംഗിയായിട്ട് സ്യൂട്ടാവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളോട് പറഞ്ഞു, ആ കപ്പിയാർ വന്നിട്ട് പറഞ്ഞു പള്ളിയുടെ വാതിൽക്കൽ വന്ന് നിൽക്കാൻ, കാരണം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ മാക്സിമം വേഗത്തിൽ കാര്യങ്ങൾ കഴിയണം. പറഞ്ഞ പോലെ പിള്ളേർ ചാക്കോച്ചന് ഉറങ്ങാനുള്ളൊരു വ്യഗ്രത. തോമുവിന് ഉറക്കത്തിൽ നിന്ന് പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ അവൻ വളരെ നേരത്തെ കിടന്ന് ഉറങ്ങാൻ വഴക്കുണ്ടാക്കുന്നവനാണ് നമ്മുടെ തോമു. ഇന്നലെ ജന്മം ഉണ്ടെങ്കിൽ അവൻ ഉറങ്ങണ്ട. അതല്ലെങ്കിലും അങ്ങനെയുള്ള നമുക്കൊരാവശ്യമുള്ളപ്പോൾ പിള്ളേർ ഉറങ്ങാനേ പോണില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വേണം. അപ്പോൾ നമ്മൾ മാക്സിമം ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് മാമോദിസയാണോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് മാമോദിസയാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതേ നമ്മുടെ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മമ്മിയുടെ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ അത്രയ്ക്കും ഇഷ്ടത്തോടെ എടുത്തൊരു സാരിയാണ് ഞാനും ഡിംപിളും കൂടി. അപ്പോൾ നമുക്കിനി വേഗം പള്ളിയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ട് പിള്ളേരുടെയും ഗോഡ് പാരൻസ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ഡാഡിയും മമ്മിയാണ്. അതായത് തോമുവിനെ ഡാഡിയും മമ്മിയും, ചാക്കോച്ചനെ അച്ഛനും അമ്മയാണ്. പക്ഷേ തോമുവിനെ എടുത്ത് നിൽക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഡോൺ ചേട്ടൻ തന്നെയാണ് എടുത്ത് നിൽക്കുന്നത് കേട്ടോ. ആകെ എന്താ പറയുക, ക്രാങ്കി ആയതുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളത് വാശി പിടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പാച്ചുവിന് അപ്പാപ്പൻ എടുക്കാത്തതിൻ്റെ വിഷമം, അങ്ങനെ ആകെ മൊത്തം നല്ല രസമായിരുന്നു രാവിലെ പള്ളിയിൽ. എന്നാലും നമ്മളെ എല്ലാവരുടെയും മനസ്സിൽ ഭംഗിയിൽ ഇത് നടക്കുക എന്നുള്ളത് മാത്രമുള്ളപ്പോൾ തോമു ആര് വിളിച്ചിട്ടും പോകണില്ല. അപ്പോൾ അത്ര കുറച്ച് നേരം കരയിപ്പിക്കാതെ നിർത്താമെന്ന് പറഞ്ഞവിടെ നിന്നു. ആ ഒരു പ്രധാനപ്പെട്ട കർമ്മത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കൂദാശയിലേക്ക് പോകുമ്പോൾ ഡാഡീനെ കൊണ്ട് എടുപ്പിക്കാം എന്ന് വിചാരിച്ചു. ദേ നമ്മുടെ വികാരിയച്ഛൻ വന്നിട്ടുണ്ട്. ഫാദർ ചാക്കോ ചിറവത്തൂരാണ് നമ്മുടെ വികാറായിട്ട് വരുന്നത്. അപ്പോൾ ദേ എല്ലാവരും റെഡി ആയിട്ട് നിൽപ്പുണ്ട്, ബോക്സുകളൊക്കെ പിടിച്ച്. ഇതിനകത്ത് നമ്മൾ ഇന്നലെ രാത്രി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ട് എല്ലാം ഈസി ആയിട്ടോ.
Sati
എന്നാ കരയില്ലെന്ന് പറഞ്ഞേ?
ഫോട്ടോ എടുക്കും. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നപ്പോൾ അച്ഛൻ ഞങ്ങളോട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അച്ഛൻ ചെറിയൊരു റെസ്റ്റിലാണ്, എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തു. ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് ഈ ഒരു വിവാഹവും മാമോദീസയൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തി തന്നതിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് കേട്ടോ. ചാക്കോച്ചൊക്കെ അറിയാമോ? കെൻഡ്രിക് ഫ്രാൻസിസ്. മാമോദീസാമ ഓ മേൻ അവർക്ക് ക്ഷീണമുണ്ട്. അപ്പോൾ ദേ ഇവിടെ പാച്ചു അപ്പാപ്പനും അമ്മാമ്മയും തകർത്തുള്ള ഫോട്ടോഷൂട്ടിലാണ്. ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ചാക്കോച്ചൻ ലീലമാമ്മയുടെ കൂടെ അപ്പുറത്ത് ഇരുന്ന് പാല് കുടിക്കുകയായിരുന്നു. ദേ അവിടുന്ന് എന്താ സംഭവം എന്ന് ഒരു വിശാലമായ സ്ഥലം കിട്ടിയപ്പോൾ ഓടി നടന്ന് കുട്ടി അതൊക്കെ കാണുകയാണ് കേട്ടോ. ഭയങ്കര ഈ 2 ദിവസവും ടെൻഷനും സങ്കടവും ഒക്കെ ഉള്ള ദിവസമാണെങ്കിലും ഈ പള്ളിക്കകത്ത് കയറി ഇവിടുത്തെ കർമ്മങ്ങളിൽ പങ്കുകൊള്ളുക എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതെത്ര പറഞ്ഞാലും ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ആഗ്രഹിച്ച ഒരു സംഭവമാണ്. അത് എത്രത്തോളം പറഞ്ഞ് നോക്കിയാലും അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ല. ചിലർക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും, അല്ലാതെ കുറ്റം പറയുന്നവർക്ക് ഒരിക്കലും അതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവില്ല. ഈ 2-3 ദിവസം നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരു കയ്യും കണക്കുമില്ല കേട്ടോ. അത്രയ്ക്കും ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് നെഗറ്റീവ് സൈഡ് പ്രതീക്ഷിച്ചു, പക്ഷേ വളരെ പോസിറ്റീവായിട്ട് എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ആകെ ബാക്കിയുള്ളത് നമ്മുടെ റിസപ്ഷനാണ്. അത് കുറച്ച്, അതായത് 8 നോമ്പ് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ. നമ്മളെല്ലാവരും നോയമ്പാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ചാക്കോച്ചനും പാച്ചുവും തകൃതിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാച്ചുവിൻ്റെ വൈബിലെത്തിയിട്ടുണ്ട്. തോമു ശരിക്കും ഇതൊക്കെ കഴിഞ്ഞ് ശരിക്കും പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പം ഡാഡിയുടെ കൈ പിടിച്ചാണ് തോമു നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ബാധുവിനോട് പറഞ്ഞു, നീ വേഗം ഫോട്ടോസ് എടുത്തോളാൻ പറഞ്ഞു. കാരണം എനിക്ക് കിട്ടില്ല, കാരണം നമ്മൾ പള്ളിയിലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇത് നമ്മുടെ കെസ്റ്ററിന് ബൊക്കെ വെക്കാൻ പോകാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ സമയത്ത് കറക്റ്റ് മഴ ചാറി തുടങ്ങി. എന്നാലും ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ ആൻസം പറഞ്ഞു പോവണ്ട, നല്ല മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നിന്റെ സെൽഫി വൈറലായത് ബാധു ഓൺ എയർ. ഞാൻ പറഞ്ഞതാണ് നിക്കുന്നു.
ബാദു ബാദു ഏറി കയറാനായിട്ട് ബാദുവിന്റെ ജീവിതം വീണ്ടും ബാക്കി. നീയും നിന്റെ BMW. എയറിൽ കയറാൻ ബാദു വീണ്ടും. കമോൺ കമോൺ പരിപാടി. ബാദു നോക്കിയേ. ഇതെന്താ മറ്റേ മെൻഡോസിന്റെ പരസ്യോ? ആ അതേ വന്നടാ മോനെ. പാച്ചു നീ നിക്കടാ. കൊറവിട ഇതിന് ബാറ്റ് ഉണ്ടട്ടാ. മതി മതി മതി. അപ്പോൾ ഈ ദിവസങ്ങൾ തന്ന നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. എല്ലാവരും പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇതുപോലെ തന്നെ ഞങ്ങളെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. എല്ലാം ഒരു മഴയോടുകൂടി നമ്മുടെ ഈ ഒരു മാമോദീസ ചടങ്ങ് അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാമോദീസയും കല്യാണവും ഒക്കെ വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു. നിങ്ങളുടെ എല്ലാം ഹെൽപ്പോട് കൂടിയാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിനും ഒക്കെ. അപ്പോൾ ഇനി കമ്മിങ് ഡേയ്സിൽ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കാണിക്കാം. നല്ല അടിപൊളി ഫോട്ടോസ് നമ്മുടെ ബാദു എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ള വിശേഷങ്ങൾ. സീ യു സൂൺ. നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.